ഓക്കെ, ഒരു ഫൈനൈറ്റ് സെറ്റിലെ ബൈനറി ഓപ്പറേഷനെ നമുക്ക് ടേബിൾ റെപ്രസെൻ്റ് ചെയ്യാം. അത് നമ്മൾ കഴിഞ്ഞ PPT ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് നമുക്കൊന്ന് സമ്മറൈസ് ചെയ്യാം ബൈനറി ഓപ്പറേഷൻ. കുറച്ച് എക്സാമ്പിൾസ് ഡിസ്കസ് ചെയ്യാം. To define a binary operation star on a set is, we must be sure that first one, exactly one element is assigned to each possible ordered pair of elements of S. Second one, for each ordered pair of elements of S, the element assigned to it is again in S. ഇപ്പം 2 പോയിൻ്റായിട്ട് ഇവിടെ സമ്മറൈസ് ചെയ്തിരിക്കുന്നു. ഒരു ഓപ്പറേഷൻ ബൈനറി ആവണമെങ്കിൽ ഫസ്റ്റ് ഇതൊരു ഫംഗ്ഷൻ ആയിരിക്കണം. അതായത് എക്സാക്ട്ലി വൺ എലമെൻറ്റ് ഈസ് അസൈൻ ടു ഈച്ച് പോസിബിൾ ഓർഡേഡ് പെയർസ് ഓഫ് എലമെൻറ്റ്സ് ഓഫ് എസ്. ഓർഡേഡ് പെയർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് എസ്, അതായത് ഏത് ഓർഡേഡ് പെയർ എടുത്താലും അതിന് ഇമേജ് ഉണ്ടായിരിക്കണം, ആ ഇമേജ് യുണീക്ക് ആയിരിക്കണം. ദാറ്റ് മീൻസ് എക്സാക്ട്ലി വൺ എലമെൻറ്റ് ഈസ് അസൈൻ ടു ഈച്ച് പോസിബിൾ ഓർഡേഡ് പെയർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് എസ്. ഇൻ സെക്കൻഡ് കണ്ടീഷൻ, for each ordered pair of elements of S, the element assigned to it is again in S. അതായത് നമ്മുടെ ഇമേജ് എപ്പോഴും എസ്സിൽ എലമെൻ്റ് ആയിരിക്കണം. നമ്മൾ പറഞ്ഞ പോയിൻ്റ് തന്നെ ഒന്ന് സമ്മറൈസ് ചെയ്തു. സം മോർ എക്സാമ്പിൾ. ഓൺ Q, let A star be equal to A by B. Q means set of all rational numbers. A star be equal to A by B, where star is not everywhere defined on Q. A star be equal to A by B കൺസിഡർ ചെയ്യുകയാണെങ്കിൽ star is not everywhere defined. ഇപ്പോൾ ബി 0 ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നു. A ഈക്വൽ ടു 2 B ഈക്വൽ ടു 0 ആണെങ്കിൽ 2/0 നോട്ട് ഡിഫൈൻഡ്. സോ ദിസ് നോ റാഷണൽ നമ്പർ ഈസ് അസൈൻ ടു ദിസ് റൂൾ ടു ദ പെയർ 2/0. 2/0ക്ക് കറസ്പോണ്ടിങ് ആയിട്ടൊരു ഇമേജ് ഇല്ല. അപ്പോൾ ഇറ്റ്സ് നോട്ട് എ ബൈനറി ഓപ്പറേഷൻ. സെക്കൻഡ് എക്സാമ്പിൾ. ഓൺ Q+. Q+ മീൻസ് സെറ്റ് ഓഫ് ഓൾ പോസിറ്റീവ് റാഷണൽ നമ്പേഴ്സ്. സോ 0 ഇൻക്ലൂഡഡ് അല്ല. നോൺ നെഗറ്റീവ് റാഷണൽ നമ്പേഴ്സിലാണ് 0 ഇൻക്ലൂഡഡ് ആവുക. ലെറ്റ് A star be equal to A by B. സെയിം ഓപ്പറേഷൻ. സ്റ്റാർ എന്ന് പറയുന്നത് ഇവിടെ ഡിവിഷൻ തന്നെ. ഹിയർ ബോത്ത് കണ്ടീഷൻ 1 and 2 ആർ സാറ്റിസ്ഫൈഡ് ആൻഡ് സ്റ്റാർ ഈസ് എ ബൈനറി ഓപ്പറേഷൻ. ഫസ്റ്റ് കണ്ടീഷൻ എന്തായിരുന്നു? എക്സാക്ട്ലി വൺ എലമെൻറ്റ് ഈസ് അസൈൻ ടു ഈച്ച് ഓർഡേഡ് പെയർ. ഇവിടെ ഏത് ഓർഡേഡ് പെയർ എടുത്താലും, ഇപ്പം 2/3 3/4 അങ്ങനെ ഏത് ഓർഡേഡ് പെയർ എടുത്താലും അതിനൊരു ഇമേജ് A by B നമുക്ക് കിട്ടും. ഒരു എക്സാക്ട്ലി വൺ ഇമേജ് ഉണ്ട്. ഇനി ആ ഇമേജ് എന്ന് പറയുന്നത് ഒരു റാഷണൽ നമ്പർ തന്നെയാണ്. സോ ഒരു പോസിറ്റീവ് റാഷണൽ നമ്പർ തന്നെയാണ്. സോ ദിസ് എ ബൈനറി ഓപ്പറേഷൻ. 0 ഇൻക്ലൂഡഡ് അല്ല. അതുകൊണ്ട് ഫസ്റ്റ് എക്സാമ്പിളിൽ പറഞ്ഞ പ്രോബ്ലം ഇവിടെ വരുന്നില്ല. Now third example. On Z+, let A star be equal to A by B. Z+, set of all positive integers, same operation. Here the condition 2 if fails. For 1 star 3, അതായത് 1/3 എന്ന് എടുത്താൽ ദറ്റ്സ് നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് Z+. കണ്ടീഷൻ 1 എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി വൺ ഇമേജ്. അതായത് ഓർഡേഡ് പെയർ എടുത്താൽ എക്സാക്ട്ലി വൺ ഇമേജ് അതുണ്ട്. ഏത് രണ്ട് ഇൻറ്റിജർ പോസിറ്റീവ് ഇൻറ്റിജർ എടുത്താലും അത് ഡിവൈഡ് ചെയ്താൽ നമുക്കൊരു വാല്യൂ കിട്ടും. സെക്കൻഡ് കണ്ടീഷനാണ് വയലേറ്റ് ചെയ്യുന്നത്. ദറ്റ് ഈസ് ആ ഇമേജ് Z+ലെ എലമെൻ്റ് അല്ല. സോ ദിസ് നോട്ട് എ ബൈനറി ഓപ്പറേഷൻ. നൗ നെക്സ്റ്റ് വൺ. ലെറ്റ് F be the set of all real valued functions with a domain R. Star is defined by F star G equal to H. അപ്പോൾ ആറിൽ നിന്ന് ആറിലേക്കുള്ള ഫങ്ഷൻസിൻ്റെ കളക്ഷനാണ് എഫ്. ഇവിടെ നമ്മൾ സ്റ്റാർ ഓപ്പറേഷൻ ഡിഫൈൻ ചെയ്യുന്നത് എഫ് സ്റ്റാർ ജി എന്ന് പറയുന്ന എച്ച്. എച്ച് എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത്? എച്ച് ഇസ് ഈക്വൽ ടു F(x) ഡിവൈഡഡ് ബൈ G(x). അപ്പോൾ എച്ച് ഒരു ഫംഗ്ഷനാണ്. ആ ഫംഗ്ഷൻ്റെ ഓരോ വാല്യൂവിലും, ഓരോ എക്സ് വാല്യൂവിലും ഫംഗ്ഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് F(x) ബൈ G(x) ആണ്. ഇപ്പോൾ എഫും ജിയും റിയൽ വാല്യൂഡ് ആണെങ്കിൽ F(x)ഉം G(x) ഒരു റിയൽ നമ്പറാണ്. സോ അത് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് H(x)ൻ്റെ വാല്യൂ. ഈ കേസിൽ ഇപ്പോൾ H(x) വാല്യൂ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. F(x)നും G(x)നും വാല്യൂ ഉണ്ട്. സോ H(x). ഹിയർ കണ്ടീഷൻ 2 വയലേറ്റ് ചെയ്യും. സിൻസ് ഫോർ ഈച്ച് എക്സ് G(x) 0 വരുന്ന കേസിൽ F(x) ബൈ G(x) എന്ന് പറയുന്നത് നോട്ട് ഡിഫൈൻഡ് ആണ്. G(x) 0 വരുന്ന ഒരു നമ്പർ ഡിവൈഡഡ് ബൈ എനി നമ്പർ ഡിവൈഡഡ് ബൈ 0 ഇസ് നോട്ട് ഡിഫൈൻഡ്. സോ ദിസ് നോട്ട് എ ബൈനറി ഓപ്പറേഷൻ. എച്ച് എഫിൽ എലമെൻ്റ് ആവില്ല. റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ആയിരിക്കണം. ഏത് H(x)ൻ്റെ വാല്യൂ എപ്പോഴും റിയൽ നമ്പർ ആയിരിക്കണം. പക്ഷേ F(x) ബൈ G(x) എന്ന് പറയുന്ന നോട്ട് ഡിഫൈൻഡ് ആണ്, നോട്ട് എ റിയൽ നമ്പർ. ഒരു പർട്ടിക്കുലർ എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് F(x) is equal to cos x and G(x) is equal to x square. Then H(0) കൺസിഡർ ചെയ്താൽ F(0) cos 0 1 ഡിവൈഡഡ് ബൈ G(0) എന്ന് പറയുന്നത് 0. അപ്പോൾ 1/0. H(0) എന്ന് പറയുന്നത് 1/0 നോട്ട് ഡിഫൈൻഡ് ആണ്. സോ H നോട്ട് ആണ് എലമെൻറ്റ് ഓഫ് എഫ്. അതിൽ ആറിലേക്കുള്ള ഫംഗ്ഷൻ അല്ല എഫ്. Now next example. Let F be the set of all real valued functions with the domain R, and let F star G equal to H, where H is the function greater than both F and G. Then what about this function and this operation star? Is it binary?
It's not a binary operation on f since star is not well defined. ഇവിടെ എഫ് സ്റ്റാർ ജി എങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എച്ച് ഇസ് ദ ഫംഗ്ഷൻ ഗ്രേറ്റർ ദാൻ ബോത്ത് എഫ് ആൻഡ് ജി. രണ്ട് ഫംഗ്ഷനേക്കാൾ ഗ്രേറ്റർ ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെ നമ്മൾ ഡിഫൈൻ ചെയ്യാം? ഒരു ഫംഗ്ഷനേക്കാൾ ഗ്രേറ്റർ ആയിട്ടുള്ള ഫംഗ്ഷൻ വേണമെങ്കിൽ നമുക്ക് പറയാം എല്ലാ വാല്യൂസും ഫംഗ്ഷനേക്കാൾ ഗ്രേറ്റർ ആയിരിക്കും. അപ്പോൾ ജി ഓഫ് എക്സ് എഫ് എന്ന് പറയുന്ന ഫംഗ്ഷനേക്കാൾ ഗ്രേറ്റർ ആണ് ജി എന്ന ഫംഗ്ഷൻ എന്ന് വേണമെങ്കിൽ ജിയുടെ വാല്യൂ എപ്പോഴും എഫിനേക്കാൾ ഗ്രേറ്റർ ആണ്. ഓരോ വാല്യൂ കൊടുക്കണം. എഫ് ഓഫ് എക്സിനേക്കാൾ ഗ്രേറ്റർ ആണ് ജി ഓഫ് എക്സ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അങ്ങനെ പറയുമ്പം വേറെയും ഫംഗ്ഷൻസ് വരാം എഫിനേക്കാൾ ഗ്രേറ്റർ ആയിട്ടുള്ള. സം എച്ച് ഓഫ് എക്സ് വേണമെങ്കിൽ അതിനേക്കാൾ ഗ്രേറ്റർ ആയിട്ട് വരാം. സോ നമുക്കിവിടെ ഗ്രേറ്റർ ഫംഗ്ഷൻ ഗ്രേറ്റർ ദാൻ എന്ന് പറയുന്നിട്ട് നമുക്കത് വെൽ ഡിഫൈൻഡ് അല്ല. സോ ദിസ് നോട്ട് എ ബൈനറി ഓപ്പറേഷൻ. മറ്റേ എസ് ബി എ സെറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് 20 people, no two of whom are of the same height. 20 ആളുകളാണ് എസ് എന്ന സെറ്റിലാണ് ഉള്ളത്. അതിൽ ആരുടെ ഹൈറ്റ് സെയിം അല്ല. ഇനി നമ്മൾ സ്റ്റാർ എന്ന് പറയുന്ന ഓപ്പറേഷൻ ഇങ്ങനെ ഡിഫൈൻ ചെയ്യുന്നു. എ സ്റ്റാർ ബി ഈക്വൽ ടു സി, വെർ സി ഈസ് ദ ടോളസ്റ്റ് പേഴ്സൺ എമോങ് 20 in എസ്. ഈ 20% ആരാണ് ടോളസ്റ്റ് വൺ? ആ പേഴ്സണാണ് സി. അപ്പോൾ നമ്മൾ ഏത് രണ്ട് പേഴ്സൺ ഓരോ ആളുകളാണ് ആ ഗ്രൂപ്പിലെ മെമ്പേഴ്സ്. അപ്പോൾ രണ്ട് ഗ്രൂപ്പിൽ രണ്ട് മെമ്പേഴ്സ് ഓപ്പറേറ്റ് ചെയ്താൽ കിട്ടുന്നത് അതിൽ ആ ഗ്രൂപ്പിൽ ടോളസ്റ്റ് വൺ. അപ്പോൾ ഏത് രണ്ട് മെമ്പർ എടുത്ത് ഓപ്പറേറ്റ് ചെയ്താലും കിട്ടുന്ന ഇമേജ് സെയിം ആണ്. ഇമേജ് എപ്പോഴും ആ ടോളസ്റ്റ് പേഴ്സൺ ആണ്. അങ്ങനെയാണെങ്കിൽ ഏത് രണ്ട് പേരെടുത്താലും ഇമേജ് ഉണ്ട്. അത് എക്സാക്ട്ലി 1 ഇമേജ് ആണ്. അതുപോലെ ആ ഇമേജ് ആ സെറ്റിൽ തന്നെ എലമെൻറ്റുമാണ്. സോ ദിസ് എ ബൈനറി ഓപ്പറേഷൻ. Next example, let us be the set consisting of 20 people, no two of whom are of the same height. Above example, മുമ്പത്തെ എക്സാമ്പിൾ പറഞ്ഞ അതേ കേസ് തന്നെ ഇവിടെ സ്റ്റാർ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എ സ്റ്റാർ ബി ഈക്വൽ ടു സി, വെർ സി ഈസ് ദ ഷോർട്ടസ്റ്റ് പേഴ്സൺ ഇൻ എസ് ഹൂ ഈസ് ടോളർ ദാൻ ബോത്ത് എ ആൻഡ് ബി. ഷോർട്ടസ്റ്റ് പേഴ്സൺ ഇൻ എസ് ഹൂ ഈസ് ടോളർ ദാൻ ബോത്ത് എ ആൻഡ് ബി. അപ്പോൾ നോക്കിയ സ്റ്റാർ എങ്ങനെയാണ് ആ ഗ്രൂപ്പിൽ ഉള്ള മെമ്പേഴ്സ്. ഇപ്പോൾ നമ്മൾ രണ്ട് എലമെൻ്റ് എടുത്ത് ഓപ്പറേറ്റ് ചെയ്താൽ, രണ്ട് പേഴ്സൺസ് എടുത്ത് ഓപ്പറേറ്റ് ചെയ്താൽ ആ രണ്ട് പേരേക്കാൾ ടോളസ്റ്റ് ആയിട്ടുള്ള എല്ലാ ആളുകളെയും കൺസിഡർ ചെയ്യുക. അതിൽ ഷോർട്ടസ്റ്റ് വൺ ഏതാണോ അതിലേക്കാണ് മാപ്പ് ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ സ്റ്റാർ ബൈനറി ഓപ്പറേഷൻ ആണോ? നമുക്ക് ഏത് രണ്ട് പേരെടുത്താലും അതിനേക്കാൾ ആ രണ്ട് പേരേക്കാൾ ഹൈറ്റ് കൂടിയ ടോളസ്റ്റ് ആയിട്ടുള്ള പേഴ്സൺസിനെ ഫുൾ കൺസിഡർ ചെയ്യുക. അതിൽ ഷോർട്ടസ്റ്റ് വൺ ആയിരിക്കും ഈ രണ്ട് പേരുടെ ഇമേജ്, ഈ ഓർഡേഡ് പേരുടെ ഇമേജ്. അപ്പോൾ ഇങ്ങനെ കൺസിഡർ ചെയ്താൽ നോക്കുക, അതിനകത്ത് ഒരാൾ ടോളസ്റ്റ്, ആ ഗ്രൂപ്പിൽ ടോളസ്റ്റ് പേഴ്സൺ ആണെന്ന് വിചാരിക്കുക. സപ്പോസ് ബി ഈസ് ദ ടോളസ്റ്റ് പേഴ്സൺ ഇൻ ദാറ്റ് ഗ്രൂപ്പ്. ദെൻ എ സ്റ്റാർ ബി കൺസിഡർ ചെയ്ത് എന്താ വരിക? അതിൻ്റെ ഇമേജ് എന്തായിരിക്കും? എ സ്റ്റാർ ബി എന്ന് പറയുന്നത് എന്തായിരിക്കും? എ സ്റ്റാർ ബി എന്ന് പറയുന്നത് എയും ബിയും രണ്ട് പേരെ എടുക്കുക. ആ രണ്ട് പേരെക്കാൾ ടോളസ്റ്റ് ആയിട്ട് ഇനി ആ ഗ്രൂപ്പിൽ ആരുമില്ല. കാരണം ബി ആണ് അതിൽ ടോളസ്റ്റ് പേഴ്സൺ. സോ അതിനേക്കാൾ ടോളസ്റ്റ് ആയിട്ടുള്ള പേഴ്സണിൽ ഷോർട്ടസ്റ്റ് വൺ എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഇമേജ് വരുന്നില്ല. സോ നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റില്ല. സോ ദിസ് നോട്ട് എ ബൈനറി ഓപ്പറേഷൻ. വളരെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ നമ്മുടെ ബൈനറി ഓപ്പറേഷൻ എന്നുള്ള സെക്ഷൻ ഇതോടുകൂടി കംപ്ലീറ്റ് ആയി.